ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഒരു പണി കിട്ടിയേക്കുവാണ് കേട്ടോ. ഒരു 8ൻ്റെ പണിയെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടിലും കാർ പോർച്ചിലും മുറ്റത്തും ഒക്കെ ചാണകം കൊണ്ട് ആറാട്ട്. ഇതെങ്ങനെയാണ് ഇവിടെ വന്നതെന്നല്ലേ. ഞാനാണെങ്കിൽ രാവിലെ അത്തപ്പൂവൊക്കെ ഇടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് തളിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചാണകവും അതേപോലെ ചെളിയും നമ്മുടെ അമ്പലത്തിൻ്റെ സൈഡിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കിറ്റിനകത്താക്കിയാണ് കേട്ടോ ഞാൻ വെച്ചിരുന്നത്. അന്നേരം ഉണ്ട് ഇവിടെ ആണെങ്കിൽ ഒരു 5-6 പട്ടികളുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെ പട്ടികളൊന്നുമല്ല, ഇവിടെ അപ്പുറത്തെയാണ് കേട്ടോ. 5-6 പട്ടികളുണ്ട്. ഈ പട്ടികളെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കേട്ടോ. രാവിലെ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല, രാത്രി ആകുമ്പോഴത്തേക്കിനും ഭയങ്കര ശല്യമാണ് കേട്ടോ. നമുക്ക് മുറ്റത്താണെങ്കിൽ ഒരു ചെരുപ്പ് പോലും ഇടാൻ പറ്റത്തില്ല, കടിച്ച് കീറി കൊണ്ട് കളയുക. പിന്നെ അതേപോലെ കുഞ്ഞുങ്ങളുടെ ഡയപ്പർ അത് മുറ്റത്ത് വെക്കാൻ പറ്റത്തില്ല. റീയൂസബിൾ ഡയപ്പർ പോലും നമുക്ക് മുറ്റത്ത് വിരിച്ചിടാൻ പോലും പറ്റത്തില്ല കേട്ടോ. പട്ടിയാണെങ്കിൽ കടിച്ച് പറിച്ച് കളയുക. പിന്നെ അതേപോലെ തുണികൾ വിരിക്കാൻ പറ്റത്തില്ല, അത് കടിച്ച് താഴെ ഇടുക. പിന്നെ നമുക്ക് നമ്മുടെ മുറ്റത്തോട്ട് ആർക്കും വരാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കിന് അതുങ്ങളുടെ നേരെ കുരച്ചുകൊണ്ട് ചെല്ലുക. അപ്പം ഇതിന് ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കാൻ തന്നെ ഇരിക്കുവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ശല്യമാണ് ഈ പട്ടികളെ കൊണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ, അവർ മുറ്റത്ത് നിന്ന് കളിക്കുമ്പോൾ അതുങ്ങളെ കടിച്ചാൽ എന്തോ ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കാൻ തന്നെ ഇരിക്കുവാണ് കേട്ടോ. ഭയങ്കര ശല്യമാണ് ഞങ്ങൾക്ക്. അങ്ങനെ രാവിലെ തന്നെ ഞാൻ സിറ്റൗട്ടും കാർ പോർച്ചും മുറ്റും ഒക്കെ ക്ലീനാക്കി. അത് കഴിഞ്ഞ് ഇന്നലെയാണെന്നുണ്ടെങ്കിൽ നമ്മളിട്ടിരുന്ന അത്തപ്പൂവൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം പൂക്കളെല്ലാം വാരി കളഞ്ഞ് ഞാനാണെങ്കിൽ പോയി കുളിക്കാനായിട്ട് പോയി കുളിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞ് ഞാനാണെങ്കിൽ ചാണകം ഇല്ലായിരുന്നു, അതുകൊണ്ട് ചെളി ഒന്നും കൂടെ ഒന്ന് തളിച്ചിട്ട് ഞാൻ അത്തപ്പൂ ഇടുകയാണ് കേട്ടോ. അപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം പൂക്കളൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വെള്ളപ്പൂവും പിന്നെ അതേപോലെ ശംഖുപുഷ്പത്തിൻ്റെ പൂവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പൂക്കളുണ്ടായിരുന്നു. നമ്മുടെ അമ്പലത്തിലെ വാർഷികം സംബന്ധിച്ച് ഇവിടെ നിന്ന് ചെടികളൊക്കെ നമ്മൾ പിഴുത് മാറ്റുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ വർഷം നമുക്ക് പൂക്കളൊക്കെ കുറവാണേ. അതുകൊണ്ട് ഞാനാണെങ്കിൽ വെള്ളപ്പൂവും പിന്നെ അതേപോലെ ആ പച്ചയായിട്ട് ഇട്ടേക്കുന്ന ചീനിയിലയാണ് കേട്ടോ. ചീനിയില അരിഞ്ഞാണ് കേട്ടോ ഇട്ടേക്കുന്നത്. പിന്നെ മെനിഞ്ഞാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ എനിക്ക് 4 ആമ്പൽപ്പൂ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ 2 എണ്ണമാണ് ഇന്നലെ എടുത്തത്. അപ്പോൾ ഇന്ന് ബാക്കി 2 എണ്ണം കൂടി ഇരുന്നത് എടുത്തു കേട്ടോ. അങ്ങനെ അത്തപ്പൂ ഒക്കെ ഇട്ടു. ഇനി അടുത്ത എൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ പെയിൻ്റ് അടി നടക്കുമായിരുന്നല്ലോ, അപ്പോൾ അത് ഇന്നലെ കഴിഞ്ഞു. അപ്പം നമ്മുടെ അകത്തിരുന്ന സാധനങ്ങളൊക്കെ സിറ്റ് ഔട്ടിലായിരുന്നു കേട്ടോ എടുത്ത് വെച്ചിരുന്നത്. അപ്പം ഞാൻ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ പൊടിയൊക്കെ തട്ടി അകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആ റൂമൊക്കെ ഒന്ന് തുടയ്ക്കണം. പിന്നെ കുറേ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കാനുണ്ട്. പിന്നെ തുണികളാണെങ്കിൽ ഇഷ്ടംപോലെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. കർട്ടനും ഷീറ്റും അതും ഇതുമൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. അങ്ങനെ ഞാനാണെങ്കിൽ രാവിലെ തുണി കഴുകാനായിട്ട് അങ്ങ് പോയി കേട്ടോ. തുണി കഴുകാൻ അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്കിനും മഴ പെയ്തു കേട്ടോ. നല്ല മഴയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വെയിൽ വന്നു, പിന്നെയും മഴ വന്നു. അപ്പം ഇങ്ങനെ അന്തരീക്ഷം ഇങ്ങനെ മാറി മാറി ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ഒരു കിരാതങ്കാവ് ശിവക്ഷേത്രം ഉണ്ട് കേട്ടോ. അവിടെ ചിങ്ങം 1 മുതൽ അവിടെ അന്നദാനം തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ റൂമിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങളെല്ലാവരും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ അമ്പലത്തിൽ പോയി ചോറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പായസമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പായസത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഞങ്ങളാണെങ്കിൽ നടന്നായിരുന്നു കേട്ടോ എല്ലാവരും പോയത്. അപ്പോൾ തിരിച്ചും നടന്നാണ് കേട്ടോ വന്നത്. അപ്പം ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരു വീട്ടിൽ ഇതേപോലത്തെ ഒരു ചെടി നിൽക്കുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയില്ലേ ഈ ചെടി കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പേരറിയാമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഇതിൻ്റെ പേരറിയത്തില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കുറേ ഓടിച്ചുകൊണ്ട് വന്നു നാളെ അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീട്ടിൽ വന്ന് കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു കഴുകി ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴുകി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ബായ്.